നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളം തമിഴ് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അരുന്ധതി നായർ. ഇപ്പോഴത്തെ നടിക്ക് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റതായ വാർത്തകളാണ് പുറത്തെത്തിയത്. 3 ദിവസമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് താരം. രാത്രി 12 മണിയോടടുപ്പിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ സഹോദരനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കോവളം ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. എന്നാൽ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി. പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്ന ഇവർ 1 മണിക്കൂറോളമാണ് വഴിയരികിൽ കിടന്നത്. അതുവഴി പോയ വാഹനത്തിലുള്ളവർ കണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അരുന്ധതിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. നില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അരുന്ധതി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഈ വേളയിൽ അരുന്ധതിയുടെ ചികിത്സയ്ക്ക് സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി അതീവ സങ്കീർണമാണ്. വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ്. ദിനം പ്രതിയുള്ള ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാവുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആശുപത്രിയിലെ നിലവിലെ ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് അവളുടെ കുടുംബത്തിന് വളരെ സഹായകരമാകും. വളരെ നന്ദി എന്നും ഗോപിക അനിൽ കുറിച്ചു. ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോമിന്റെ നായികയായിരുന്നു അരുന്ധതി. തമിഴ് സിനിമയിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. വിജയ് ആന്റണിയുടെ സെയ്ത്താൻ സിനിമയിലെ പ്രകടനം ശ്രദ്ധ നേടിയിരുന്നു. അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ മേഖലയിലുണ്ട്. തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തെത്തുന്നത്. വിജയ് ആന്റണിയുടെ സെയ്ത്താൻ എന്ന സിനിമയിലെ പ്രകടനമാണ് വഴിത്തിരിവായത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത 1000 പോർക്കാസുകളിൽ അരുന്ധതി അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം തന്റെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള യാത്രാ തിരക്കുകളിലാണ് ഗോപിക അനിൽ. സിനിമാ സീരിയൽ താരം ഗോവിന്ദ് പത്മസൂര്യയാണ് ഗോപികയുടെ വരൻ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് ജിപിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് അഷ്ടമി ദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നു. വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കണ്ടുമുട്ടിയ ഞങ്ങളുടെ ഹൃദയബന്ധം സാവകാശം പൂവിടുകയായിരുന്നു. നിങ്ങളെന്നും ഞങ്ങളെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് ചേർത്തു പിടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈ സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ഊർജവും. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ കാൽവെപ്പിൽ നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് വിവാഹ നിശ്ചയം നടന്നതിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും കുറിച്ചത്. ജിപിയുടെ അച്ഛന്റെ അനുജത്തി മേമയും ഗോപികയുടെ അച്ഛന്റെ ചേച്ചിയും കൂട്ടുകാരാണ്. 15 വർഷത്തെ സൗഹൃദം അവർക്കിടയിലുണ്ട്. അവരാണ് ജിപിയും ഗോപികയും വിവാഹിതരായാൽ നന്നാകുമെന്ന് ആദ്യം മനസ്സിലാക്കിയതും അതിനുള്ള എല്ലാ മുൻകൈയും എടുത്തതും. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.